കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ദൈവവചനം കേൾക്കുവാനും ബലപ്പെടുവാനും കർത്താവ് നമുക്ക് ഒരവസരം കൂടെ തന്നിരിക്കുക. ഇന്ന് കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ കഴിഞ്ഞ സൺഡേയിൽ കോട്ടയത്ത് എവലിഫീസ്റ്റിൻ്റെ സഭായോഗത്തിൽ പറഞ്ഞ വളരെ നല്ല ഒരു സന്ദേശമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അധികാരം എന്താണ്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തൻ്റെ നാവിൽ കൂടെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് താനെന്ന് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കുകൾ മാത്രം നമ്മൾ പറയുക. അതിന് കാരണം നമ്മുടെ നാവ് അധികാരമുള്ള നാവാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും വിലപ്പെട്ട വാക്കുകളാണ്. അതുകൊണ്ടാണ് തങ്കു ബ്രദർ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദ്രവത്വം കൊണ്ടുവരുന്ന ഒരു വാക്ക് പോലും നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ പറയരുത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അനുഗ്രഹം കൊണ്ടുവരാനും ദ്രവത്വം കൊണ്ടുവരുവാനും കഴിയും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ നാവിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ പല വിഷയങ്ങളിൽ, പല പ്രയാസങ്ങളിൽ നമ്മൾ ഭാരപ്പെട്ടായിരിക്കുന്നത്. എന്നാൽ ആ വിഷയങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, എൻ്റെ ഭവനത്തിൽ അനുഗ്രഹം വരും. നിങ്ങളുടെ നാവിൻ്റെ അധികാരം, നിങ്ങൾക്കുള്ള അധികാരം അത് എന്താണെന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്കിന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഉറക്കെ പറഞ്ഞാട്ട്. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശം. എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും. ഒന്നുകൂടെ പറയാം, എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും. നമ്മുടെ നാവ് കൊണ്ടും നമുക്ക് ഒരു കാര്യവും ഒരു പുതിയ നിയമ വിശ്വാസിക്ക് സ്വയം ചെയ്യാനൊക്കത്തില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയ ശേഷം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ ദൈവം ആദ്യം സ്പർശിച്ചത് മനുഷ്യൻ്റെ നാവിനെയാണ്. രക്ഷയിലേക്ക് വരുവാൻ നമ്മൾ ആദ്യം ഉപയോഗിച്ചത് നമ്മുടെ നാവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാവിനെ ശക്തമാക്കാനാണ് കർത്താവ് ആദ്യം ചെയ്ത പദ്ധതി. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, പുതിയ നിയമസഭയുടെ ഉദ്ഘാടനം പരിശുദ്ധാത്മ പകർച്ചയിൽ ആത്മാവ് അവർക്ക് എന്തു കൊടുത്തു? സഭാഹോള് കൊടുത്തെന്നല്ല, സെമിത്തേരി കൊടുത്തെന്നല്ല, പിന്നെ ഉച്ചരിപ്പാൻ കൊടുത്തു. കൈ കൊടുത്തു പറ. എന്താണെന്നറിയോ? ഉച്ചരിച്ചാലുള്ള ഗുണം എന്നാണെന്നറിയോ? ആ ഉച്ചാരണത്തിനകത്ത് നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. നാവ് ചൊവ്വ ഉപയോഗിച്ചാൽ നിന്റെ ജീവിതം നിനക്ക് നല്ല വഴിയിൽ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുക, അത് തരണേ, ഇത് തരണേ, ആരാധനാലയം തരണേ, ശവക്കോട്ട തരണേ, പിന്നെ എന്തോ വേണ്ടേ, ഭക്ഷണത്തിന് തരണേ. ഇതെല്ലാം വേണ്ടിയതാ, ഇതെല്ലാം കർത്താവിന് അറിയാം. പക്ഷെ കർത്താവ് ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഉള്ളവനെ എടുത്ത് നമ്മുടെ നാവിന്മേൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഈ നാവിനെ പിശാചും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക, ഈ നാവിനെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. സ്വർഗവും നരകവും നമ്മുടെ നാവിൻ തുമ്പിലാന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം പറയാണ്, നാവ് ഒരു തീ തന്നെ, നാവൊരു തീ തന്നെ, അത് നരകത്തിലെ തീ എടുത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. വേറെടുത്ത് നമ്മളിങ്ങനെ വായിക്കാണ്, നീ ക്രിസ്തുവിനെ ഇറക്കുവാൻ സ്വർഗത്തിൽ പോകണ്ട,
വചനം നിനക്ക് സമീപമായി തന്നെ ഉണ്ട്, നിന്റെ നാവിലിരിക്കുന്നു. അപ്പൊ സ്വർഗവും നാവിലാണ്, പിന്നെ നരകവും നാവിലാണ്. നമ്മുടെ വീടിനെ സ്വർഗമാക്കുന്ന നമ്മളാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു, ഇപ്പം ചിലര് എന്നോട് പറയും, ബ്രദറെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതയുണ്ട്. എൻ്റെ അപ്പൻ്റെ കാലത്തും അച്ചായനും അമ്മയും തമ്മിലെന്നും അടിയായിരുന്നു, ഒടുവിൽ അവർ പിണങ്ങിയാതെ ജീവിച്ച്. അപ്പോൾ ഇപ്പോൾ മക്കൾക്ക് ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഉടനെ അവരുടെ തലയിലോട്ട് ഏത് വാഴുക? പാരമ്പര്യം വാഴുകയാണ്. ഏതാണ്? അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇവർ തമ്മിൽ ഇരുന്നുകൊണ്ട് പറയാ, നമ്മുടെ അച്ചായനും അമ്മയും ഒക്കെ ഇതായിരുന്നു, വിളിച്ചു കയറ്റുക. നീ ക്രൂശിൽ നിന്ന് പ്രാപിച്ചവനാണ്, ക്രൂശിലെ പാരമ്പര്യത്താണ്. ഉയർത്ത കുടുംബത്തിൽ അത് മഹത്വത്തിന്റെ സ്ഥലമാണ്, അത് തേജസ്സിന്റെ സ്ഥലമാണ്. അവിടെ ഒരു പാരമ്പര്യം അടുക്കത്തില്ല, അവിടെ ഒരു ശക്തിയും തൊടത്തില്ല. അത് ബന്ധനങ്ങളെ പൊട്ടിക്കുന്നതാ, അത് കല്ലറകളെ ഭേദിക്കുന്നതാ, അത് മരണത്തെ തകർത്തതാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു മരിച്ച യേശു അല്ല എൻ്റെ അകത്തുള്ളത്, ജീവിക്കുന്ന യേശു, പുനരുത്ഥാന ശക്തി. നമ്മളിൽ ഏത് ശക്തിയാണ് വ്യാപരിക്കുന്നത്? പിന്നെ എങ്ങനെ പാരമ്പര്യത്തിന്റെ ശക്തി വ്യാപരിക്കും? എൻ്റെ നാക്കുകൊണ്ട് പിടിക്കാം. ഈ പുനരുദ്ധാന ശക്തി വ്യാപരിക്കുന്ന ഞായറാഴ്ച വന്ന് ആരാധിക്കുന്ന ആൾക്ക് തിങ്കൾ മുതൽ ശനി വരെ നരകം വാരിക്കോരാം. ഏത് വെച്ച്? ഒരു സ്വർഗീയവരിൽ ചെന്നാലും വീട് സ്വർഗമാകുകയല്ല. കൈ കൊടുത്ത് പറ. നാക്ക് നന്നാകണം. പറഞ്ഞാട്ടെ, എന്തോ നന്നാകണം? അപ്പൊ ഈ നാവിനെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവമക്കൾ, നാട്ടുകാർ ഉപയോഗിക്കുന്നതിനുള്ള നമുക്ക് നമ്മുടെ നാവ് ഉപയോഗിക്കാൻ ഒക്കില്ല. എൻ്റെ നാവിന് ഞാനൊരു കടിഞ്ഞാണിട്ടിരിക്കുന്നു. ഉറക്കെ പറ. സ്തോത്രം. കുതിരയെ കടിഞ്ഞാണിടുന്ന പോലെ നാവിന് കടിഞ്ഞാണ്ടുക എന്ന് യാക്കോബ് പറയും. ഒരു കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്നതായാലും അതിന്റെ ചെറിയൊരു ചുക്കാൻ കൊണ്ട് ക്യാപ്റ്റനെ തിരിക്കുന്നത് പോലെ ഔവണ്ണം നിങ്ങളുടെ നാവും എന്ന് യാക്കോബ് 3 പറയുന്നു. നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഗതി നിനക്ക് മാറ്റിവിടാം. വേണമെങ്കിൽ പാരമ്പര്യത്തെ കൊണ്ട് കൂട്ടിക്കെട്ടാൻ കൈവിടുത്ത് പറ. അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ നേരെ നോക്കി എനിക്കിപ്പം മനസ്സില്ലെന്ന് പറഞ്ഞേച്ച് യേശുവിന്റെ വഴിയിൽ മുമ്പോട്ട് പോകാം. പാരമ്പര്യത്തോട് പറയണം, എനിക്കിപ്പം മനസ്സില്ലെന്ന് എന്നെ ചുമക്കാൻ. നാക്ക് ഉപയോഗിക്കേണ്ടത് കൊണ്ട് ഉപയോഗിക്കാൻ പഠിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ ചപ്പളാച്ചി അടിച്ച് നടക്കരുത്. പൊട്ടച്ചൊല്ല്, കളിവാക്ക് വിടരുത്. ദിസ് ഈസ് ദ എന്തോ പറ, നിന്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ഉപകരണമാണ് ഏത്? കർത്താവിനെ അല്ലാതെ ഒന്നിനെയും പൂഴ്ത്തി പറയരുത്. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം വേറെ ഒന്നിനും കൊടുക്കരുത്. സ്തുതിക്കണം. നമ്മളിപ്പോൾ ആരാധനയിൽ പറഞ്ഞല്ലോ, നമ്മുടെ സിസ്റ്റം മുഴുവൻ, ലോകം മുഴുവൻ ആരെ സ്തുതിച്ചുകൊണ്ടിരിക്കുക? കർത്താവിനെ. നമ്മൾ മാത്രം, മനുഷ്യൻ മാത്രം അത് ചെയ്യുന്നില്ല. നമ്മുടെ അന്തരംഗം കുഴഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ദൈവാത്മാവുള്ളത് കൊണ്ട് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആത്മാവ് നിറഞ്ഞേ ചെയ്യാനൊക്കത്തുള്ളൂ. സ്വന്തം ശക്തിയാൽ സാധ്യമല്ല. അങ്ങനെ ദൈവമക്കൾക്ക് കർത്താവ് അവരുടെ നാവിനെ ദൈവാത്മാവ് നിറച്ച് എന്തൊക്കെയാ ചെയ്യുന്നറിയോ? ഒന്നാമത്തേതാണ് പ്രകീർത്തിക്കുക. ഉറക്കെ പറ. അത് നമ്മൾ കേട്ടു. അതാണ് ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ നാവുകൊണ്ട് നമ്മൾ കർത്താവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ദൈവത്തെ മഹത്വീകരിച്ചു. ദൈവാത്മാവ് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10:44 മുതൽ 46 വരെ ഒന്ന് വായിച്ച. അപ്പോസ്തലപ്രവൃത്തി 10:44 മുതൽ 46 വരെ ദൈവത്തെ അറിയാൻ മേലാത്ത, യേശുവിനെ അറിയാൻ മേലാത്ത, ക്രിസ്ത്യാനിയല്ലാത്ത, യഹൂദനല്ലാത്ത ഒരു വിജാതീയ ഒരു ഭവനത്തിൽ പത്രോസ് എന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച നിമിഷം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർ വേറെ ഒന്നും അല്ല ചെയ്ത്, അവരെന്തോ ചെയ്തെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ അപ്പൊ വചനം കേൾക്കണം. 1-2 പേരുടെ വചനം കേൾക്കണം.
ഒന്ന് രണ്ട് പേരോട് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച എന്തുവാ കേട്ടോണ്ടിരുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവിടെ വന്നൊരു ബലമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബലപ്പെടുത്തുന്നത് കേൾക്കണം. ഉള്ള നെഗറ്റീവ് ആശാന്മാരുടെ എല്ലാം കൂടെ ഇരുന്ന് കേൾക്കരുത്. എല്ലാ പ്രസംഗവും ടി വി കിട്ടും, വിവേചിക്കണം. ഒത്തിരി പ്രസംഗകരുണ്ട്, ദൂതാളന്മാരുണ്ട്, പ്രവാചകരുണ്ട്, എല്ലാം വിഴുങ്ങരുത്. വചനം പറയുന്നു, പ്രവചനം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കും. പിന്നെ നല്ലത് പിടിച്ചാൽ പോരെ, അഴുക്ക് പിടിക്കാൻ ആരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവചിക്കുന്നവൻ ആത്മീക വർധനവിനും ആശ്വാസത്തിനും നിന്റെ ഉള്ളിനെ ഉണർത്താത്തതൊന്നും നീ പിടിക്കണ്ട. ഡിം അടിപ്പിക്കുന്നതിനെ ഒറ്റ ശാസനം വെച്ചു കൊടുത്താൽ മതി, കൈ കൊടുത്തു പറ. പക്ഷെ നമ്മുടെ ഒരു തെറ്റൊരാൾ വെളിപ്പെടുത്തിയാൽ ശാസിച്ചേച്ച് പോകരുത്. എന്നെ ഡിം അടിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? ഇവിടെ തെറ്റും ദൈവാത്മാവ് വെളിപ്പെടുത്തും, അതിനാ കീഴ്പ്പെടണം. പക്ഷെ നിനക്ക് അത് വരും ഇത് വരുമെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കർത്താവാകയാൽ എനിക്ക് നല്ലതേ വരുത്തുന്ന പ്രവാചകനോട് തിരിച്ചു പ്രവചിക്കണം. എന്തോ പറയണം? പ്രവാചകന്മാരെ ദുഷിക്കരുത്, ദൈവത്തിൻ്റെ ദാസന്മാരെ അവരെ മോശമായി കാണരുത്. പക്ഷേ കർത്താവിൻ്റെ വചനത്തിന് ചേരാത്തൊന്നും ഞാൻ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കാണ്, പത്രോസിന്റെ വചനം കേട്ടു. എന്തോ കേട്ടു? രക്തസ്രവക്കാരി എന്തോ കേട്ടു? ക്രിസ്തുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അപ്പോൾ അവൾക്ക് എന്തുണ്ടായി? വിശ്വാസമുണ്ടായി. ഉടനെ അവൾ പറഞ്ഞു, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തോടെ എനിക്ക് സൗഖ്യം വരും. അപ്പം നിന്റെ ജീവിതത്തിലെ നന്മകളും നീ കേൾക്കുന്നതുമായി വളരെ ബന്ധമുണ്ട്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ. ഇപ്പം ചെവി രണ്ടും തുറന്നിരിക്കുകയാണ്, എല്ലാം കേട്ടേ ഒക്കത്തുള്ളൂ. പക്ഷേ ചെവിക്കകത്തൊരു അരിപ്പയും കൂടെ കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ അതിനെ വിളിക്കുന്ന പേര് അപ്പോസ്തോലിക അരിപ്പ. അപ്പോസ്തോലികമല്ലാത്ത ഒരു വചനവും അകത്തോട്ട് എന്ത് ചെയ്യണ്ട. ക്രിസ്തുവും അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടില്ലാത്ത ഒന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്നവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നില്ലേ ബ്രദറെ, വഷളനെ നിന്ദ്യനായി എണ്ണുന്നവനെയാ ദൈവം മാനിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എവിടുന്ന് കിട്ടി? യേശു പറഞ്ഞു, അപ്പോസ്തലന്മാരും എല്ലാം പറഞ്ഞു. യേശു പറഞ്ഞു, വഷളനെ നീ സ്നേഹിക്ക്, അവനെ നീ അവൻ്റെ അടുക്ക് പോയി മാനസാന്തരപ്പെടുത്താനാണ് പറഞ്ഞു. അത് നിന്ദനായിട്ട് എണ്ണാനാണോ പറഞ്ഞത്? അല്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അത് പഴയ നിയമത്തിൽ ഈ ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടാഞ്ഞ കാലത്ത് അവര് പറഞ്ഞതാണ് അല്ലേ? യേശുവിന്റെ അടുക്ക വന്ന ശിഷ്യന്മാർ പറഞ്ഞു, ശമരിയക്കാർ നമ്മളെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. ഏലിയാവ് ചെയ്തതുപോലെ അവരുടെ തലയിൽ തീ ഇറങ്ങാൻ ഒന്ന് കൽപ്പിച്ചേരും, ഞങ്ങൾ ഇപ്പൊ ചെയ്തേക്കാന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിനാ അധീനരായിരിക്കുന്നത്? യു ആർ കൺട്രോൾഡ് ബൈ ഈവിൾ സ്പിരിറ്റ്. മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, എന്നെ ഉപദ്രവിച്ചവനെ പോലും നശിപ്പിക്കാനല്ല, അവർക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കാനാണ് ഞാൻ. തന്നെ ക്രൂശിച്ചവർക്ക്, തന്നെ തലങ്ങും വിലങ്ങും അടിച്ച് മുറിവേൽപ്പിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത ഈ കർത്താവിനെ പിൻപറ്റുന്ന മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മൾ ചിലരോട് സ്ട്രിക്റ്റ് സ്റ്റാൻഡ് എടുക്കും. ചിലർ കുഴപ്പം കാണിച്ചാൽ ചിലപ്പോൾ മിണ്ടാതിരിക്കും. നമുക്ക് ആരോടും പിണക്കമില്ല, പിണങ്ങാൻ ഒക്കത്തില്ല. ഒരു ദൈവ പൈതലിന് ലോകത്തിൽ ശത്രുക്കൾ ഇല്ല. മനുഷ്യനായിട്ട് പിറന്ന ഒരു ശത്രുവും എനിക്കും നിങ്ങൾക്കും ഇല്ല. ഒറിജിനലി അങ്ങനെ ഇല്ലെന്ന് ഞാനും അറിയണം. ചില പിശാച് കയ്യിലെടുക്കും, നമുക്കെതിരെ കൊണ്ടുവരും. അവരോട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവരോട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നാളൊരിക്കൽ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒരു ഇരുട്ടുള്ള മുറിയിലിരിക്കുക. പെട്ടെന്ന് ഒരു മുറിയിലിരിക്കുന്ന കറണ്ട് പോയി. പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആൾ നിങ്ങൾക്ക് ഒറ്റ ചവിട്ട്, നിങ്ങൾ തിരിച്ച ഒറ്റ ചവിട്ട്. കാരണം എന്താ? ഈ പുള്ളിയുടെ കാലെ കൂടെ ഒരു പാറ്റാ വേപ്പം പുള്ളി അതിനെ ചവിട്ടിയത്. അപ്പൊ ഇങ്ങനെ ചവിട്ടാൻ പ്രേരിപ്പിച്ചത് ആരാ? പാറ്റായ. അടുത്തിരിക്കുന്ന ആളെ നമുക്ക് പോരാട്ടമുള്ള അങ്ങേരോടുള്ള പാറ്റായോടാന്ന് പറയും. ഇങ്ങനെ കാലെടുപ്പിക്കുന്ന, ഇങ്ങനെ കൈ തട്ടിക്കുന്ന, എന്നോട് കൊഞ്ഞനം കാണിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ അറിയണം. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നും കൊണ്ട് എല്ലാ ജഡരക്തങ്ങളോടും കൊഞ്ചിയും താലോലിച്ചും നമ്മൾ നടക്കത്തില്ല. ചിലതിനോട് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും.
അത് അവരോട് എതിരുണ്ടായിട്ടല്ല, സ്ട്രിക്റ്റ് സ്റ്റാൻഡ് എടുക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ബർയേശു എന്ന വിദ്വാൻ സുവിശേഷത്തോട് എടുത്തു വന്നപ്പോൾ, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാച് എന്ന് വിളിച്ചല്ലേ. അങ്ങേരോടല്ല പോരാട്ടം, അകത്തുള്ളവനോടാ. ഇങ്ങേരുടെ അകത്ത് മറ്റേത് പവർഫുൾ ആയിട്ട് പുള്ളി കറങ്ങി താഴെ വീണു. പിന്നെ പുള്ളി എഴുന്നേറ്റ് വന്ന് ഇവരുടെ കൂടെ ഹല്ലേലൂയയൊക്കെ പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് രണ്ട് പേരോട് പറ, നമുക്ക് ഈ ലോകത്തിൽ ഒരു മനുഷ്യരോടും പോരാട്ടമില്ല. നമ്മൾ ആത്മീയരാണ്, നമ്മൾ ആത്മമണ്ഡലം കണ്ടവരാണ്, ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കളികൾ കണ്ടവരാണ് നമ്മൾ. ആത്മകണ്ണ് തുറക്കപ്പെടട്ടെ. സ്തോത്രം. ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതി, വിടുതൽ നടക്കും. ചില കാര്യങ്ങൾക്ക് നിന്നെ ഉപദ്രവിക്കുന്ന വ്യക്തി അനുഗ്രഹിച്ചാൽ മതി, ആള് നിന്റെ മുമ്പിൽ കൊണ്ടുവച്ചേച്ച് വീട്ടിൽ പോവും. അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ ചെരുപ്പ് തേക്കേണ്ട കാര്യമില്ല. അടുത്തിരിക്കുന്ന ആൾ പറ, എത്ര ചെരുപ്പ് തേച്ചു? ആ മുറിക്കകത്ത് കയറി മുട്ടയിൽ ഒന്നിരുന്ന് ഒറ്റ കൽപ്പനയ്ക്ക് തീരേണ്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ജീവിക്കണം, ആത്മമണ്ഡലം കാണണം. ചിലതിന് മറുപടി പറയരുത്, ചിലതിന് മിണ്ടാൻ പോരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു ഏത് കാര്യം കണ്ടാലും അതിന്റെ സ്പിരിച്വൽ സൈഡ് കണ്ടു. ഒരു രോഗിയെ കണ്ട ഉടനെ ഇവളെ സാത്താൻ ബന്ധിച്ചിരിക്കുക. ഓർത്തോ പ്രോബ്ലം ആണെന്നല്ല പറഞ്ഞു. അതുകൊണ്ട് ഓർത്തോ പ്രോബ്ലം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. യേശു ഉണ്ട്. ഡോക്ടർ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. അതെല്ലാം ഉണ്ട്. പക്ഷെ ചിലതിന്റെ പുറകിലുള്ളത് കർത്താവിന് കാണാം. പ്രൈസ് ദി ലോർഡ്. തങ്ങളെ പുകഴ്ത്തിയ ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീയെ ഈ നാട്ടിൽ വന്നിട്ട് ബാക്കി എല്ലാവരും എതിരാ. ആ പാടെ പുകഴ്ത്തിയതാരാ? അവളിലുള്ള ഭൂതത്തെ പൗലോസ് ശാസിച്ചു. അല്ല, നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു അനുകൂലം എന്ന് പറഞ്ഞ് അവളുടെ കൂടെ കൂടിയില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ജീവിക്കാൻ പഠിക്കുക. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞാട്ടെ, വീണ്ടും പറഞ്ഞാട്ടെ, നീ ഒരു ആത്മാവാണ്, ശരീരത്തിൽ കുറച്ചു കാലം താമസിക്കുന്നേ ഉള്ളൂ. വീണ്ടും പറഞ്ഞാട്ടെ, നമ്മളൊരു എക്സ്കർഷൻ പൊക്കൊണ്ടിരിക്കുകയാണ്, മടങ്ങി വരാത്തൊരു എക്സ്കർഷൻ, ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെല്ലാം കൂടി വണ്ടിയെ കയറിയിരിക്കുകയാണ്. ഭയങ്കര പാട്ടാണ്. നോഹയുടെ പെട്ടകത്തിൽ എന്തൊരു പാട്ടായിരിക്കും! ഓ, നോഹയുടെ പെട്ടകത്തിൽ ഭയങ്കര പാട്ടായിരിക്കും. അവർ പോയ ടൂറ്, അവരാണ് ആദ്യം ഹൗസ് ബോട്ടിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അടിപൊളി ഭക്ഷണം, കിളികൾ കളിക്കുന്നു, അതിനകത്ത് അവരങ്ങനെ ഒഴുകി നടക്കുകയാണ്. കൈകൊടുത്ത് പറ, ഒഴുകി നടക്കുക സഹോദര. സഭയെ അതിനോടൊക്കെ ഉപമിച്ചിരിക്കുന്നത് അല്ലേ? സ്നാനപ്പെടുന്നതിനെ വെച്ച് പറയുമ്പോൾ സ്നാനത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ എന്ത് ചെയ്തു? പെട്ടകത്തിൽ കയറിയെന്നല്ലേ? 1-2 പേരോട് പറ, നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ. നിങ്ങളുടെ കൺട്രോളിലല്ല ഇത് പോകുന്ന പറഞ്ഞാട്ടെ. ഞാൻ മുമ്പേ ആരാധനയ്ക്ക് ഓർപ്പിച്ചില്ലേ, ഫ്ലൈറ്റ് കയറിയ ഉടനെ അവിടെ നിന്ന് ഒരു അനൗൺസ്മെന്റ് വരും. ഇനിയും ചുമ്മാ ബെൽറ്റ് ഇട്ട് പൊങ്ങുന്ന സമയത്തിരിക്കുക. പൊങ്ങിക്കഴിയുമ്പോൾ ബെൽറ്റ് അയച്ചു ചാരി ഇരുന്നോളുക. ഇനി ഞങ്ങൾ തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് എന്ത് ചെയ്തോളുക? ചുമ്മാ ഇരിക്കുക. നിങ്ങൾ എത്ര ബ്രേക്ക് ചവിട്ടിയാലും അത് നിൽക്കുകയല്ല. കർത്താവാകുന്ന പെട്ടകത്തിൽ കയറിയവരെല്ലാം കൈ ഉയർത്തിപ്പിടിച്ചു. 1-2 പേരോട് പറയാൻ, നല്ലൊരു ക്യാപ്റ്റനായി വണ്ടി ഓടിക്കുന്നു. രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി അകത്ത് കയറ്റി ഇരിക്കുക. ഇനി ഡെസ്റ്റിനേഷൻ വരെ അങ്ങോട്ട് പോവുക. ചിലപ്പോൾ സൈഡിൽ തിമിങ്കലമൊക്കെ വന്ന് വാ വിളിക്കാം, അതിലേ പോവുള്ളൂ. ഒന്ന് നിന്നെ ചോദിച്ചില്ല, നിന്നെ തൊടത്ത് പോലുമില്ല. നിന്റെ തലയിലെ ഓരോ രോമവും ഞാൻ എണ്ണിയിരിക്കും. നിന്റെ കാൽ തല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം. ഓ സ്വത്രം. സ്കൂളിലൊക്കെ എക്സ്കർഷനും ടൂറിനൊക്കെ പോയിട്ടുണ്ടോ? എന്തൊരു ബഹളമാ പിള്ളേർ. ഞാൻ പറഞ്ഞല്ല, അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നു, അവർ ദിനം പ്രതി ഉല്ലാസത്തോടും ഹൃദയപരമാർത്ഥവും കൂടെ ഒന്നിച്ച് കൂടി വരികയും ഭക്ഷണം കഴിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. അതായിരുന്നു സഭ. ഇതൊരു സംഘടനയല്ല, ഇത് കർത്താവിന്റെ ശരീരമാണ്. കർത്താവിന്റെ ശരീരം ജില്ലെന്നല്ലേ നിൽക്കുന്നത്. ആ കർത്താവിന്റെ ശരീരം വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ സ്തോത്രം. നിങ്ങൾ ടൂറിനില്ലെങ്കിൽ ഞാൻ ടൂറിന് പോവാ.
സ്തോത്രം. ഈ എക്സ്കർഷൻ ടൂറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ പൈസ മുഴുവൻ വേറൊരാൾ പേ ചെയ്തിരിക്കും. അല്ലേ അല്ലേ? സത്യമല്ലേ? അല്ലേ? നമ്മളെന്തിനായി ടെൻഷൻ അടിക്കുന്നേ? ഡ്രൈവ് ചെയ്യുവാൻ ബെസ്റ്റ് ആള്, ഫുൾ പാക്കേജ് വന്നിരിക്കുക. മുമ്പേ നിങ്ങൾ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും. ഇതൊക്കെയും ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് തന്നവൻ, ടിക്കറ്റ് തന്നവൻ, അവനോട് കൂടെ സകലവും തരാതിരിക്കും. ഒന്ന് രണ്ട് പേരോട് പറ, വല്ലതും ഒക്കെ ഒന്ന് കഴിച്ചേ, സമാധാനത്തോടെ കഴിച്ചേ. ഇതെങ്ങനെ ടെൻഷനോടെ കഴിക്കും? പിന്നെ വിശപ്പില്ല, പൊളിച്ചു തകട്ടെ, ഭയങ്കര പ്രശ്നങ്ങളാണ്. മുഖത്ത് നോക്കി പറ, ചിരിക്കാൻ പറ. നല്ല സന്തോഷമായിട്ട് വല്ലതൊക്കെ ഒന്ന് കഴിച്ച് ജീവിതമൊക്കെ ഒന്ന് സന്തോഷിച്ച് ധ്യാനിച്ചും മാനിച്ചും ഒക്കെ അങ്ങോട്ടൊന്ന് പോയിക്ക്. എന്തൊരു സന്തോഷമാണെന്നറിയോ? ക്രിസ്തീയ ജീവിതം എന്തൊരു ആനന്ദമാണെന്നറിയാമോ? ഈ ബോധ്യത്തിലൊന്ന് നടന്നേ. കർത്താവെന്ന് പറഞ്ഞാൽ എന്നെ നടത്തുന്ന ഒരാളുണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞേ? ഞാൻ നടക്കുകയല്ല എന്നെ നടത്തുക, ഞാൻ പോവുകയല്ല എന്നെ കൊണ്ടുപോവുക, ഞാൻ ചെല്ലുകയല്ല എന്നെ കൊണ്ടു ചെല്ലുക. ഒന്ന് ബലത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അത് കേൾക്കുമ്പോൾ സാത്താനൊക്കെ ഉണ്ടല്ലോ ഓടിപ്പോകും. ഹല്ലേലൂയ. വളരെ നല്ല ഒരു സന്ദേശം നമ്മൾ കേട്ടു. നമ്മളാരും ചെറിയവരല്ല, നമ്മൾ വിലപ്പെട്ടവരാ. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. അതുകൊണ്ട് വചനം പറയുന്നു, അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എൻ്റെ നാവ് കൊണ്ട് ഞാൻ വേണ്ടാത്തത് പറയാതെ, എൻ്റെ വായിൽ നിന്ന് സ്തോത്രവും സ്തുതിയും വെളിയിൽ വന്നാൽ, ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആരാധിച്ചാൽ, ഞാൻ പറയാം, ആ അപ്പോസ്തലന്മാർ ആ കാരാഗൃഹത്തിൽ കിടന്ന് അവരുടെ നാവ് കൊണ്ട് അവർക്ക് വേണമെങ്കിൽ പിറുപിറുക്കാം, ദൈവത്തോട് പരാതി പറയാം, പരസ്പരം പരാതി പറയാം. എന്നാൽ ആ ദൈവദാസന്മാർ ആ തടവറയിൽ കിടന്നുകൊണ്ട് അവർ ആരാധിച്ചു. അതിൻ്റെ മധ്യത്തിലാണ് അവർ അത്ഭുതങ്ങൾ കണ്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രം പറയുക. നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ആശ്വാസം വരണം, സമാധാനം വരണം, അവരുടെ ഉള്ളിൽ വലിയ പ്രത്യാശ ഉണ്ടാകാനിടയാകണം. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിലെ പ്രതികൂലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പരസ്പരം പഴിചാരരുത്. ഭാര്യ ഭർത്താവിനെയോ, ഭർത്താവ് ഭാര്യയോ, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളെയോ, നമ്മുടെ ബന്ധുക്കളെയോ ഒന്നും നമ്മൾ പഴിചാരണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് നല്ലത് പറയുക. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രം പറയുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായും ശാരീരികമായും പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന അനേകർ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുടെ മേൽ വിടുതൽ ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ സൗഖ്യം വരട്ടെ. ശരീരങ്ങളിൽ ഇപ്പോൾ തന്നെ ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാ വേദനകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ തന്നെ തുടരണം യേശുവിൻ്റെ നാമത്തിൽ. സാമ്പത്തികമായിട്ടുള്ള വലിയ വിടുതലുകൾ ഇവരുടെ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ. ഇവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരം നീട്ടി അത്ഭുതം കർത്താവ് ചെയ്തിരിക്കാൻ നന്ദി. വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നാളെ വീണ്ടും കാണാം. ഇന്ന് കേട്ട ഈ മെസ്സേജിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ നാളെ കേൾക്കും. കർത്താവ് തൻ്റെ കൃപയെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.